സമയം ഏതാണ്ട് രാത്രി 2 മണി. കുറ്റാക്കൂരിട്ട് എല്ലാവരും ഉറങ്ങുകയാണ്. ആ സമയത്ത് അങ്ങ് ദൂരെയുള്ള കാട്ടിൽ നിന്നും കുറച്ച് ബൈക്കുകൾ ചീറിപ്പാഞ്ഞു വരുന്നു. ഈ ബൈക്കുകളിൽ ഇരിക്കുന്ന ആൾക്കാരുടെ എല്ലാം കയ്യിൽ തോക്കുകളുണ്ട്. ഇവരുടെ ലക്ഷ്യം അങ്ങ് ദൂരെയുള്ള ഒരു സ്കൂളിൻ്റെ ഹോസ്റ്റലാണ്. പാഞ്ഞെത്തുന്ന അക്രമധാരികൾ ആ സ്കൂളിൽ നിന്നും 300ഓളം കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്നു. 10 വയസ്സിന് താഴെയുള്ള കുട്ടികളെ അവിടെ നിന്ന് കടത്താൻ ശ്രമിക്കുമ്പോൾ അത് തടയാൻ ശ്രമിക്കുന്ന അധ്യാപകനെയും ടീച്ചേഴ്സിനെയും കൂടെ കടത്തിക്കൊണ്ടുപോകുന്നു. കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ ഏതാണ്ട് 1600ഓളം കുട്ടികളാണ് ഇത്തരത്തിൽ തട്ടിക്കൊണ്ടുപോകപ്പെട്ടത്. ലോകത്തിൽ പല വാർത്താ മാധ്യമങ്ങളും വേണ്ടത്ര പ്രാധാന്യത്തോടെ ഈ വാർത്ത പബ്ലിഷ് ചെയ്യാറില്ല. കേവലം ഒരു ക്രിസ്ത്യൻ മുസ്ലിം ലഹളയ്ക്കും തർക്കത്തിനും പോരാട്ടത്തിനും അപ്പുറം എന്താണ് നൈജീരിയയിൽ സംഭവിക്കുന്നത്? എന്തിനാണ് ഇത്രയധികം കുട്ടികൾ തട്ടിക്കൊണ്ടുപോകപ്പെടുന്നത്? നമ്മളൊന്ന് പോകുന്ന കഥയിലേക്കാണ്. വെൽക്കം ടു വൈറ്റ് ബോർഡ് സ്റ്റോറീസ്. ഈ അടുത്തായിട്ട് ഞാനൊരു പുസ്തകമോ ഒരു വീഡിയോ സീരീസോ കണ്ടപ്പോൾ അതിൻ്റെ അകത്തൊരു ഡയലോഗ് ഉണ്ടായിരുന്നു. അതായത് കറൻ്റ്ലി ലോകത്തുള്ള പ്രശ്നങ്ങളുടെ എല്ലാം റൂട്ട് കാസ് നോക്കിക്കഴിഞ്ഞാൽ ഒന്നുകിൽ ശീതയുദ്ധമായിരിക്കും, അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരുടെ കൊളോണിയൽ ഭരണമായിരിക്കും. ഇതിൽ നിന്നെല്ലാം ഉരുത്തിരിഞ്ഞു വരുന്ന പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന തിക്താനുഭവങ്ങളാണ് ഇന്ന് ലോകത്തുള്ള എല്ലാവരും അനുഭവിക്കുന്നതെന്നായിരുന്നു അതിൽ പറഞ്ഞിരുന്നത്. നൈജീരിയയുടെ കഥയും അതിൽ നിന്നും വ്യത്യസ്തമല്ല. കഥ തുടങ്ങുന്നത് 1914. അന്ന് ബ്രിട്ടീഷുകാരാണ് ആഫ്രിക്കയിലെ പ്രധാനപ്പെട്ട പ്രവിശ്യകളെല്ലാം കൈയടക്കി വച്ചിരുന്നത്. അങ്ങനെ ഈ 10-200 വർഷമായിട്ട് പല സ്ഥലങ്ങളും കൈയടക്കി വച്ചിരിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ അന്ന് അവർക്കൊരു ഐഡിയ തോന്നി. 2 വ്യത്യസ്ത സ്വഭാവമുള്ള വ്യത്യസ്ത ജനവിഭാഗങ്ങളുള്ള ഒരു സ്ഥലത്തിനെ ഒന്നിച്ച് ചേർക്കാം എന്ന് തോന്നി. മര്യാദയ്ക്കിരുന്ന ഇന്ത്യയെ 2ആയിട്ടും 3ആയിട്ടും ഒക്കെ കീറി മുറിക്കാൻ തോന്നിയ അതേ ഐഡിയയിൽ തന്നെയാണ് ഈ ഒരു ഐഡിയ വന്നത്. ഒരു ബന്ധവുമില്ലാത്ത 2 സ്ഥലങ്ങളെ യോജിപ്പിക്കുക. അതായത് വടക്ക് ഭാഗത്ത് മുസ്ലിം ജനസമൂഹമുള്ള മുസ്ലിം ജനസാന്ദ്രത കൂടുതലുള്ള ഒരു പ്രദേശം, സൊക്കോ മോട്ടോ കാലിഫേറ്റ് എന്ന് പറയുന്ന അവരുടെ റൂൾ ഉണ്ടായിരുന്ന ഒരു സ്ഥലമായിരുന്നു. അതിനെ സൗത്ത് സൈഡിലുള്ള ക്രിസ്ത്യൻ മെജോറിറ്റി സ്ഥലവുമായിട്ട് ജോയിൻ ചെയ്തതിന് ഒറ്റ പ്രവിശ്യയാക്കി ഭരണം നടത്തുക എന്നുള്ളതായിരുന്നു. ഇത് ആരുടെ തലയിൽ ഉദിച്ച ബുദ്ധിയാണെന്ന് അറിഞ്ഞുകൊണ്ട് വെള്ളവും എണ്ണയും പോലെ ഒരിക്കലും ചേരാത്ത 2 പ്രവിശ്യകളായിരുന്നു, 2 കൾച്ചറൽ എൻറ്റിറ്റീസ് ആയിരുന്നു. അവരെ ഇവർ ഒരുമിച്ച് ചേർത്ത് ഭരണം നടത്താനായി തീരുമാനിച്ചു. പിന്നീട് 1-ാം ലോകമഹായുദ്ധം വരുന്നു, 2-ാം ലോകമഹായുദ്ധം വരുന്നു. 1960 നൈജീരിയ സ്വതന്ത്ര രാജ്യമായി മാറുന്നു. അപ്പോൾ ഏതാണ്ട് 46 വർഷങ്ങൾക്ക് ശേഷമാണ് നൈജീരിയ സ്വതന്ത്ര രാജ്യമായി മാറുന്നതെങ്കിൽ കൂടിയും ഈ ഏച്ചു കെട്ടിയ മുഴച്ചിരിക്കും എന്ന് പറഞ്ഞതുപോലെ അന്നത്തെ ആ കൂടിച്ചേർക്കലിൻ്റെ പ്രശ്നങ്ങൾ വളരെ ശക്തമായി തന്നെ ആ സൊസൈറ്റിയിൽ നിലനിന്നിരുന്നു. കാര്യം, ഒരു സൈഡിൽ മുസ്ലിം ജനസമൂഹം അവരുടെ വിശ്വാസങ്ങൾ, അവരുടെ രീതികൾ, മറ്റു സൈഡിൽ ക്രിസ്ത്യൻ ജനസമൂഹം അവരുടെ വിശ്വാസങ്ങൾ, അവരുടെ രീതികൾ, വളരെ കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്ന 2 റിലീജിയൻസാണ്. സോ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം വളരെ ആക്റ്റീവായിട്ട് തന്നെ നിലനിന്നിരുന്നു. കൂടാതെ 1960 കഴിഞ്ഞ് നൈജീരിയയിൽ പിന്നീട് വന്ന സർക്കാരുകളിൽ പലതവണ മിലിറ്ററി അട്ടിമറികളുണ്ടായിരുന്നു, പട്ടാള അട്ടിമറികളുണ്ടായിരുന്നു, പുതിയ സർക്കാരുകൾ വന്നു. അപ്പോൾ ശക്തമായ ഒരു ഭരണ സംവിധാനം കൊണ്ടുവരാനും ഈ പോസ്റ്റ് ഇൻഡിപെൻഡൻറ്റ് പൊളിറ്റിക്കൽ സിസ്റ്റത്തിന് സാധിച്ചില്ല. അപ്പോൾ ആൾക്കാർക്ക് ആ പൊളിറ്റിക്കൽ സിസ്റ്റത്തിലുള്ള ബിലീഫ് പോയി. കാരണം അവരുടെ ജീവിത നിലവാരങ്ങളൊന്നും തന്നെ മാറ്റം വരുന്നില്ല. അവർക്കിപ്പോഴും ഭയങ്കരമായ പോവേർട്ടിയും അല്ലെങ്കിൽ അൺഎംപ്ലോയ്മെൻറ്റും ഒക്കെയാണ്. അപ്പോൾ അവരുടെ ജീവിത നിലവാരത്തിൽ കാര്യമായ മാറ്റമൊന്നും വരുന്നില്ല. എന്നാൽ സ്ഥിരതയുള്ളൊരു ഭരണമുണ്ടോ? അതുമില്ല. ഇടയ്ക്കിടയ്ക്ക് പട്ടാള അട്ടിമറിയൊക്കെയാണ്. ഈ എല്ലാ പ്രോജക്റ്റിനും വിദേശ രാജ്യങ്ങൾ കൊടുക്കുന്ന സഹായം എല്ലാം തന്നെയും അവിടുത്തെ പൊളിറ്റീഷ്യൻസ് അവരവരുടെ പോക്കറ്റിലോട്ടാക്കി മാറ്റുന്ന ഭീകരമായ ഒരു കറപ്ഷൻ്റെ സ്റ്റേറ്റ് ആയിരുന്നു അത്. അപ്പോൾ കാര്യങ്ങൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും വിഷയങ്ങൾ കൂടുതൽ വഷളാകുന്നത് 2000 കഴിഞ്ഞിട്ടാണ്. 2000 ആയപ്പോൾ വടക്കേ ഭാഗത്തുള്ള ജനങ്ങൾ, അതായത് മുസ്ലിം ജനസാന്ദ്രത കൂടുതലുള്ള സ്ഥലത്തെ ജനങ്ങൾ മുസ്ലിം ശരിയ നിയമം അവിടെ നടപ്പിലാക്കാനായി ശ്രമിക്കുന്നു. അവർ നടപ്പിലാക്കും. അപ്പോൾ സ്വാഭാവികമായും അവർ ഈ ശരിയ നിയമം കൊണ്ടുവന്നപ്പോൾ അവിടെ ക്രിസ്ത്യൻ മൈനോറിറ്റീസ് ഉണ്ടായിരുന്നു. ഈ വടക്ക് ഭാഗത്ത് 2 സ്ഥലത്തും ഉണ്ട്, മുസ്ലിം മൈനോറിറ്റീസും ക്രിസ്ത്യൻ മൈനോറിറ്റീസും 2 സ്ഥലങ്ങളിലും ഉണ്ട്. അപ്പോൾ ഈ വടക്ക് ഭാഗത്തുള്ള ക്രിസ്ത്യൻ മൈനോറിറ്റീസിന് ശക്തമായ രീതിയിൽ ഉള്ള
പേടിയുണ്ടാവുന്നു. മാത്രമല്ല അവർക്ക് കുറേ തിക്ത അനുഭവങ്ങളും ഉണ്ടാകുന്നു. അവരുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമായി ബന്ധപ്പെട്ട്, മതവിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ളൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നു. ഇത് വളരെ വലിയ രീതിയിലുള്ളൊരു സംഘർഷത്തിന് രൂപം കൊടുക്കുന്നു. 2000 തൊട്ട് 2002 വരെ വളരെ കലുഷിതമായ ഒരു സമയമായിരുന്നു നൈജീരിയയിൽ. കഡുണ, ജോസ്, ബൗച്ചി തുടങ്ങിയ സ്ഥലങ്ങളിൽ അനേകായിരം ആൾക്കാർ ഈ സംഘർഷങ്ങളുടെ ഭാഗമായി കൊല്ലപ്പെട്ടു. അപ്പോൾ ഇത്തരം മരണങ്ങൾ, വലിയ തോതിലുള്ള മരണങ്ങൾ നടക്കുമ്പോൾ സ്വാഭാവികമായും ആൾക്കാർ സായുധ സേനകളും മറ്റും രൂപീകരിക്കാൻ തുടങ്ങി. ക്രിസ്ത്യൻസ് അവരുടെ രീതിയിലുള്ള സായുധ സേനകൾ രൂപീകരിക്കാൻ തുടങ്ങി. മുസ്ലിംസ് അവരുടെ രീതിയിലുള്ള സായുധ സേനകൾ രൂപീകരിക്കാൻ തുടങ്ങി. ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റായി. അപ്പോൾ ഇവരുടെ കൂട്ടത്തിലുള്ള ആൾക്കാർ മരിക്കുന്നുണ്ട്. അതുമാത്രമല്ല, ഇതിലൊന്നും വരാതെ സാധാരണക്കാരായ ആൾക്കാരുണ്ടല്ലോ, അവർ മരണപ്പെടാൻ തുടങ്ങി. അങ്ങനെ 2000 തൊട്ട് 2002 വരെ ഈ ശരിയ നിയമം നടപ്പിലാക്കുന്ന ഒരു ടൈമായിരുന്നു. ആ വലിയ രീതിയിലുള്ള സംഘർഷം നൈജീരിയയിൽ ഒട്ടാകെ ഉണ്ടായി. അങ്ങനെയാണ് 2002 നമ്മളിപ്പോൾ പത്രങ്ങളൊക്കെ കാണുന്ന ബോക്കോ ഹറാം രംഗപ്രവേശം ചെയ്യുന്നത്. ഈ ബോക്കോ ഹറാം എന്ന് പറയുന്ന വാക്ക് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഹറാം എന്ന് പറഞ്ഞാൽ നമുക്ക് മലയാളത്തിൽ അർത്ഥം അറിയാവുന്നതുപോലെ നിഷിദ്ധമായത് എന്നാണ് അർത്ഥം. ഈ ബോക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെസ്റ്റേൺ എഡ്യൂക്കേഷൻ എന്നാണ് അർത്ഥം. അപ്പോൾ വെസ്റ്റേൺ എഡ്യൂക്കേഷൻ വേണ്ട ഹറാം എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു സംഘടനയായിരുന്നു അത്. മുഹമ്മദ് യൂസഫ് എന്ന് പറയുന്ന ഒരു ഇസ്ലാമിക് പ്രീച്ചറാണ് 2002 ഈ സംഘടന തുടങ്ങുന്നത്. അദ്ദേഹം വന്ന ആൾക്കാരുടെ അടുത്തൊക്കെ സംസാരിക്കുന്നു. ഈ വെസ്റ്റേൺ എഡ്യൂക്കേഷൻ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികളെല്ലാം വഴിതെറ്റിപ്പോകും, അത് സ്വീകരിക്കാൻ പാടില്ല, പ്രത്യേകിച്ചും പെൺകുട്ടികൾ ഒട്ടും തന്നെ സ്വീകരിക്കാൻ പാടില്ല എന്നുള്ള രീതിയിലൊക്കെ പ്രഭാഷണം നടത്തുന്നു, ആൾക്കാരെ കയ്യിലെടുക്കുന്നു. ഈ ബോക്കോ ഹറാം എന്ന് പറയുന്ന സംഘടന രൂപം കൊള്ളുന്നു. അപ്പോൾ ഈ ബോക്കോ ഹറാം എന്ന് പറഞ്ഞ സംഘടന രൂപം കൊണ്ടതിന് ശേഷം കുറേ കാലം കുറച്ച് ഇൻറ്റേർണൽ ഫൈറ്റും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ പോവുകയാണ്. 2009 നൈജീരിയൻ പോലീസ് ഈ മുഹമ്മദ് യൂസഫിനെ വധിക്കുന്നു. കൂടെ ഈ ബോക്കോ ഹറാമുമായി ബന്ധപ്പെട്ട ഏതാണ്ട് 700ഓളം സായുധ സേനാംഗങ്ങളെയും വധിക്കുന്നു. അപ്പോൾ കംപ്ലീറ്റ്ലി ഈ ബോക്കോ ഹറാമിനെ തുടച്ചു നീക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് അന്ന് അവർ ചെയ്തത്. പക്ഷേ ഈ ടെററിസ്റ്റ് ഓർഗനൈസേഷനുകളെല്ലാം തന്നെയും ഒരു ഐഡിയോളജിയുടെ ഭാഗമാണ്. ഒരു പേര് പോയി കഴിഞ്ഞാൽ ഇവന്മാർ വേറൊരു പേരിൽ ഇത് പൊക്കി പിടിച്ചുകൊണ്ട് വരും. അത് തന്നെയാണ് അവിടെയും സംഭവിച്ചത്. 2011 ഈ ബോക്കോ ഹറാം എന്ന് പറയുന്ന സംഘടന വീണ്ടും തലപൊക്കി വന്നു. പക്ഷേ ഇത്തവണ വളരെ ബ്രൂട്ടലായിട്ടുള്ള അബൂബക്കർ ഷെഖാവു എന്ന് പറയുന്ന ഒരു ലീഡറിൻ്റെ കീഴിലായിരുന്നു. അയാളുടെ ഐഡിയോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂയിസൈഡ് ബോംബിങ്സ്, കിഡ്നാപ്പിങ്സ്, അതായത് സമൂഹത്തിൽ ഏറ്റവും രൂക്ഷമായ രീതിയിൽ, ഒരു രക്തപങ്കിലമായ രീതിയിൽ ആൾക്കാരെ പേടിപ്പെടുത്തി ഈ സംഘടനയുടെ പേരുണ്ടാക്കുക എന്നുള്ളൊരു അപ്രോച്ചാണ് അദ്ദേഹം സ്വീകരിച്ചത്. മുഹമ്മദ് യൂസഫ് അങ്ങനെ ഒരാളല്ലായിരുന്നു. ഇവന്തോ തീവ്ര മത നിലപാടുള്ള ആളാണെങ്കിൽ കൂടിയും ഈ അബൂബക്കർ ഷെഖാവുവിനെ പോലെ അത്ര പ്രശ്നക്കാരനായ ഒരു ടെററിസ്റ്റ് മൈൻഡ് സെറ്റുള്ള ആളല്ലായിരുന്നു. കുറേ പരിപാടികളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും അത് നമുക്ക് വേറൊരു കഥ. അപ്പോൾ അങ്ങനെ ഈ 2011 ഈ സംഘടന വീണ്ടും റീസർഫസ് ചെയ്യുന്നു. ബോക്കോ ഹറാം വീണ്ടും നൈജീരിയയിൽ ആക്റ്റീവ് ആവുന്നു. അപ്പോൾ ഈ ആക്റ്റീവ് ആവുന്ന സമയത്ത് ആൾക്കാരുടെ സാധാരണഗതിയിലുള്ള ജീവിത നിലവാരത്തിനും കാര്യങ്ങൾക്കും എല്ലാം തന്നെ തടസ്സം സംഭവിക്കുകയാണ്. ഇവന്മാർ നാനാവിധമാക്കുമല്ലോ ഈ പരിപാടിയെല്ലാം. എന്നാൽ ഈ സ്കൂൾ കിഡ്നാപ്പിംഗ് എന്ന് പറയുന്ന സംഭവം തുടങ്ങുന്നത് 2014 അന്ന് ചിബോക്ക് എന്ന് പറയുന്ന ഒരു ഗ്രാമം, അവിടെ ഒരു സ്കൂളുണ്ട്. ആ സ്കൂളിൽ കുട്ടികൾ പഠിക്കുന്ന കുട്ടികളെല്ലാം തന്നെ അതിനോട് അടുപ്പിച്ചുള്ള ഹോസ്റ്റലിലാണ് താമസിക്കുന്നത്. കാര്യം ഈ റൂറൽ പ്രദേശങ്ങളിൽ നിന്നെല്ലാം തന്നെ ഈ ബസ്സിലൊക്കെ വന്ന് സ്കൂളിൽ വന്ന് പഠിക്കാനുള്ള ഒരു ദിവസം വന്നു പോകാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ടല്ലോ. അതുകൊണ്ട് കുട്ടികൾ കൂടുതലും ഈ സ്കൂളിനോട് ചേർന്നുള്ള ഹോസ്റ്റലുകളിൽ താമസിക്കുകയും അവിടെ പഠിക്കുകയും ചെയ്യും. ഏതാണ്ട് മിഡ് നൈറ്റ് ഒരു 12 മണി സമയമായപ്പോൾ കുറേ പട്ടാളക്കാർ വരുന്നു. പട്ടാളക്കാർ വന്നിട്ട് ഈ പെൺകുട്ടികളുടെ അടുത്തെല്ലാം പറയുന്നു, ഇവിടെ അറ്റാക്ക് നടക്കാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്ക് നിങ്ങളെ റെസ്ക്യൂ ചെയ്യേണ്ടതായിട്ടുണ്ട്, സോ നിങ്ങളെല്ലാവരും ഞങ്ങളെ കൂടെ വരിക എന്ന് പറയുന്നു. ഈ കുട്ടികളെല്ലാം ഇവരെ കൂടെ ചെയ്യുന്നു. ഈ പട്ടാളക്കാരെ വേഷത്തിൽ വന്നതാരാണ്? ബോക്കോ ഹറാം തീവ്രവാദികളാണ്. 16 മുതൽ 18 വയസ്സ് വരെ പ്രായമുള്ള 276 പെൺകുട്ടികളെയാണ് അന്ന് ബോക്കോ ഹറാം ടെററിസ്റ്റുകൾ അവിടെ നിന്ന് കടത്തിക്കൊണ്ടുപോയത്. 276 പേര്. ഒരു നിമിഷം നമ്മളൊന്ന് ചിന്തിച്ച് നോക്കേണ്ടതാണ്. ഈ 276 പെൺകുട്ടികളെല്ലാം അവരുടെ ഫൈനൽ എക്സാം നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഈ ഫൈനൽ എക്സാം നടക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് ഇവരെ വന്ന് അവിടെ നിന്ന് തട്ടിക്കൊണ്ടുപോയിട്ട് ഇവരെ കൊണ്ടുപോയത് കുറേ അപ്പുറത്തുള്ള സംബീസ കാടുകളിലേക്കാണ്.
വളരെ ടാക്റ്റിക്കലായിട്ടുള്ള ഭയങ്കര ഡാർക്കായിട്ടുള്ള ഒരു ഫോറസ്റ്റ് ഏരിയയാണത്. ഈ നക്സലൈറ്റുകളൊക്കെ കൺട്രോൾ ചെയ്യുന്ന പോലെ ബോക്കോ ഹറാമിൻ്റെ കൺട്രോളിലുള്ള ഒരു ഫോറസ്റ്റ് ഏരിയയാണ് ഈ സംബീസ എന്ന് പറയുന്ന പ്രദേശം. അങ്ങോട്ട് വരെ കൊണ്ടുപോയതിന് ശേഷം ഈ കുട്ടികളെ, ഈ 276 കുട്ടികളെ, ക്രിസ്ത്യൻ കുട്ടികളാണ് അവരെല്ലാം തന്നെയും, അവരെ ഇസ്ലാം മതത്തിലേക്ക് ഫോഴ്സ്ഫുള്ളി കൺവേർട്ട് ചെയ്യുന്നു. ബോക്കോ ഹറാമിൻ്റെ ആൾക്കാർ കൺവേർട്ട് ചെയ്യുന്നു. കൺവേർഷൻ ഒരു വിഷയമല്ല, അത് ഇറ്റ്സ് എ ഡിഫറെൻറ്റ് സ്റ്റോറി. പക്ഷെ പിന്നീട് നടന്നതെന്താണെന്നറിയാമോ? വെറും $12 ഒരു പെൺകുട്ടിക്ക് $12 എന്നുള്ള കണക്കിന് അവർ ആ പെൺകുട്ടികളെ അവിടുത്തെ ബോക്കോ ഹറാം ഫൈറ്റേഴ്സിന് വിൽക്കുന്നു. 2014 $12 എന്ന് പറഞ്ഞാൽ അന്ന് 600 രൂപയാണ് വില. നമ്മളൊക്കെ പലപ്പോഴും പല കാര്യങ്ങളെപ്പറ്റി നമ്മൾ ആലോചിക്കുമ്പോൾ നമ്മൾ ഒരു നിമിഷം നമുക്ക് എന്തുമാത്രം സൗഭാഗ്യങ്ങളും സുരക്ഷിതത്വമാണ് നമുക്ക് ചുറ്റുപാടുമുള്ളതെന്ന് നമ്മൾ ആലോചിക്കണം. ലോകത്തുള്ള പല ഭാഗത്തും പല ആൾക്കാർക്ക് സംഭവിക്കുന്നത് കാണുമ്പോൾ ഈ കുട്ടികളെ, അത് കഴിഞ്ഞ് ഈ അന്ന് കൺവേർട്ട് ആവാൻ കൂട്ടാക്കാത്ത കുട്ടികളെ മണ്ണിൽ കുഴിയെടുത്ത് ആ എർത്ത് പിറ്റിൻ്റെ അകത്ത് ഭക്ഷണം കൊടുക്കാതെയാണ് ഇട്ടിരുന്നത്. ഈ ബോക്കോ ഹറാം തീവ്രവാദികൾക്ക് കൊടുത്തത് കൂടാതെ കുറേ പെൺകുട്ടികളെ നൈജർ, ചാഡ് തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് ഹ്യൂമൻ ട്രാഫിക്കിംഗ് ചെയ്യുന്നു, സെക്ഷുവൽ സ്ലേവറിക്ക് വിധേയമാക്കുന്നു. ഒരുപാട് നാളത്തെ നെഗോഷിയേഷനും റാൻസം കൊടുക്കലിനും ഒക്കെ ശേഷം ഏതാണ്ടൊരു 200 അടുപ്പിച്ച് പെൺകുട്ടികളെ അവിടെ നിന്ന് തിരിച്ചു കൊണ്ടുവന്നു. പക്ഷേ ഏതാണ്ട് 80-90 പേരുടെ വിവരം ഒന്നും തന്നെയില്ല. 10-11 വർഷത്തിൽ കൂടുതലാവുന്നു, ഒരു വിവരമില്ല. അവർക്ക് എന്താണ് സംഭവിച്ചത്, അവരിന്ന് എവിടെയാണ്, ഒരു ഐഡിയ ഇല്ല. ഇത് 2014 നടന്ന സംഭവമാണ്. മാസ് സ്കൂൾ കിഡ്നാപ്പിങ്സിൻ്റെ തുടക്കം അവിടെ വന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ആലോചിക്കും ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റി എന്താണ് ഒന്നും ചെയ്യാത്തതെന്ന്. അന്ന് ബ്രിങ് ബാക്ക് അവർ ഗേൾസ് എന്ന് പറയുന്ന ഒരു മൂവ്മെൻറ്റ് ട്വിറ്ററിലാകെ ആളിപ്പടർന്നു. ഒരുപാട് ഇൻ്റർനാഷണൽ ആയിട്ടുള്ള പ്രഷർ നൈജീരിയയുടെ പുറത്ത് വന്നു. അന്ന് ബ്രിട്ടീഷ് അമേരിക്കൻ ഇൻ്റലിജൻസ് ഫോഴ്സസ് ഈ പെൺകുട്ടികളെ കടത്തിക്കൊണ്ടുപോയി ഒരാഴ്ച തികയുന്നതിന് മുമ്പ് നൈജീരിയൻ സർക്കാരിന് പറഞ്ഞു, വി നോ വെയർ ദേ ആർ, വി ലൊക്കേറ്റഡ് ദം. ഞങ്ങളുടെ സാറ്റലൈറ്റ് ഇമേജർ ഉപയോഗിച്ചിട്ട് ഞങ്ങൾ അവരെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അവരെ അവിടെ നിന്ന് റെസ്ക്യൂ ചെയ്യാനായിട്ടുള്ള ഫുൾ മിലിറ്ററി സപ്പോർട്ട് ഞങ്ങൾ നിങ്ങൾക്ക് തരാം, ബ്രിട്ടീഷ് ഗവൺമെൻറ്റും അമേരിക്കൻ ഗവൺമെൻറ്റും പറഞ്ഞു. പക്ഷേ നൈജീരിയൻ സർക്കാർ പറഞ്ഞു, ഇതൊരു നാഷണൽ ഇഷ്യൂ ആണ്, ഇവിടെ നമുക്ക് വെളിയിൽ നിന്നുള്ള ആൾക്കാരുടെ സഹായമൊന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞു. എന്നിട്ടോ സംഭവിച്ചോ, ആ കുട്ടികൾ എത്രയോ വർഷം കഴിഞ്ഞാണ് തിരിച്ചു വന്നത്. വരാത്തവരുടെ രക്ഷിതാക്കളുടെയും അവരുടെ ബന്ധുക്കളുടെയൊക്കെ അവസ്ഥയൊന്നും ആലോചിച്ച് നോക്കി. അവരെങ്ങോട്ടാണ്, എന്താണെന്ന് പോലും അറിയാതെ ഏതാണ്ട് 80-90 കുട്ടികൾ ഇതുവരെയും തിരിച്ചു വന്നിട്ടില്ല. അന്ന് നൈജീരിയൻ പട്ടാളം നടത്തിയ റെയ്ഡിൽ ആദ്യം ഇനിഷ്യലി പ്രഷറൊക്കെ വന്ന സമയത്ത് നടത്തിയ റെയ്ഡിൽ ഒരു 50 കുട്ടികളെ തിരിച്ചു കിട്ടിയായിരുന്നു. പക്ഷെ പിന്നീട് പല ഇൻ്റർനാഷണൽ പ്രിസണേഴ്സ് എക്സ്ചേഞ്ചേഴ്സും അതും ഇതുമൊക്കെ കൂടിയായിട്ടാണ് ബാക്കിയുള്ളവർ തിരിച്ചു വന്നത്. ഈ തിരിച്ചു വന്നപ്പോൾ പല കുട്ടികളും പ്രഗ്നൻ്റ് ആയിരുന്നു. പ്രഗ്നൻ്റ് ആയിരുന്നായിട്ടുള്ള കുട്ടികളെ അവരുടെ പാരൻസ്, അതായത് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുള്ള പാരൻസ് തിരിച്ചെടുക്കാൻ തയ്യാറായില്ല. അവർ ബോക്കോ ഹറാം വൈഫ്സ് ആണെന്നുള്ള രീതിയിൽ നിഷ്കാസിതരാക്കുന്ന, സമൂഹത്തിൽ നിന്നും അവരെ മൊത്തമായും പുറന്തള്ളുന്ന രീതിയിലുള്ള ഒരു സമീപനമാണ് ഈ ക്രിസ്ത്യൻ വിഭാഗത്തിൽ ആ ഒരു സൊസൈറ്റി സ്വീകരിച്ചത്. കുട്ടികളുടെ അവരുടെ ഈ വളരെ ചെറുപ്രായത്തിലുള്ള പെൺകുട്ടികൾക്ക് ജനിച്ച കുട്ടികളെ ടെററിസ്റ്റുകളുടെ മക്കളെന്ന് പറഞ്ഞിട്ട് അവരെയും ഒരു കാര്യത്തിലും കൂട്ടാതെ ഒരു കംപ്ലീറ്റ്ലി മാറ്റി നിർത്തുന്ന ഒരു സാഹചര്യവും ഉണ്ടാകുകയുണ്ടായി. അപ്പോൾ ഈ കുട്ടികളുടെയൊക്കെ അവസ്ഥ ആലോചിക്കണം. ഒരു കാര്യമില്ലാതെ സ്കൂളിൽ പോയി ഭംഗിയായി പഠിച്ചുകൊണ്ടിരുന്ന കുട്ടികളാണ്. അവരെ പിടിച്ചുകൊണ്ടുപോയി ഈ കൊള്ളരായ്മകളെല്ലാം ചെയ്തതിന് ശേഷം അവർ തിരിച്ചു വരുന്നു. അവർക്ക് നാട്ടിലും വീട്ടിലും ഒരു നിൽക്കക്കള്ളിയില്ലാത്ത അവസ്ഥയിലേക്ക് എത്തിക്കുന്നു. എന്നിട്ടും നൈജീരിയൻ സർക്കാർ ഇതിനെതിരെ കാര്യമായ ഒന്നും തന്നെയും ചെയ്തില്ല. പെൺകുട്ടികളെ മാത്രമല്ല, ആൺകുട്ടികളെയും തട്ടിക്കൊണ്ടു പോകുന്നുണ്ട്. ഈ ആൺകുട്ടികളെയും തട്ടിക്കൊണ്ട് പോയിട്ട് ഇവർ ആൺകുട്ടികളെ ഉപയോഗിക്കുന്നത് ഫൈറ്റേഴ്സായിട്ടാണ്, സൂയിസൈഡ് ബോംബിങ്സിനാണ്. പെൺകുട്ടികളെ ഉപയോഗിക്കാറുണ്ട്, കുട്ടികളെ ഒട്ടാകെ ഉപയോഗിക്കുന്നത് സൂയിസൈഡ് ബോംബിങ്സിനായിട്ടാണ്, ഇൻഫോർമാൻസായിട്ട്. എന്തുമാത്രം ഒരു
താഴേക്കിടയിലുള്ള പ്രവർത്തനമാണ് ഇവന്മാർ നടത്തുന്നതെന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. കൊച്ചു കുട്ടികളെ പിടിച്ചുകൊണ്ട് പോയിട്ട് അവരെ ബ്രെയിൻ വാഷ് ചെയ്ത് അവരെ ഇൻഫോർമൻസ് ആയിട്ട് ഉപയോഗിക്കുക, അവരെ ടെററിസത്തിന് ഉപയോഗിക്കുക, സൂയിസൈഡ് ബോംബിങ്സിന് ഉപയോഗിക്കുക, ഇതൊക്കെയാണ് ഇവർ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതെല്ലാം തടയാനായിട്ട് അവസാനം നിവർത്തികെട്ട് നൈജീരിയൻ സർക്കാർ ഒരു ഇനിഷ്യേറ്റീവ് പ്രഖ്യാപിക്കുന്നു, ഒരു പുതിയ ഇനിഷ്യേറ്റീവ് പ്രഖ്യാപിക്കുന്നു. അതിൻ്റെ പേരായിരുന്നു സേഫ് സ്കൂൾസ് പ്രോഗ്രാം എന്നുള്ളത്. മില്യൺസ് ഓഫ് ഡോളേഴ്സ് പമ്പ് ചെയ്ത് സ്കൂളുകളിൽ മിലിറ്ററി ഡിപ്ലോയ് ചെയ്തിട്ട് സ്കൂളുകൾക്ക് വേണ്ട പ്രൊട്ടക്ഷൻ കൊടുക്കുക എന്നുള്ളതൊക്കെ ആയിരുന്നു ഇവരുടെ പ്ലാൻ. ഇതെല്ലാം വെറും പേപ്പറിൽ മാത്രമായിരുന്നു ഇവരുടെ പ്ലാൻ. ശരിക്കും കാര്യമായും അവിടെ ഒന്നും തന്നെയും സംഭവിക്കുന്നുണ്ടായിരുന്നില്ല. ഈ പൊളിറ്റീഷ്യൻസ് ഈ കിട്ടുന്ന കാശ് മുഴുക്കെ തങ്ങളുടെ പോക്കറ്റിലേക്ക് ആക്കുക എന്നുള്ളതാണ്. അതായത് പണ്ട് കുഞ്ഞനമ്പ്യാർ പറഞ്ഞ പോലെ ദീപസ്തംഭം മഹാശ്ചര്യം എനിക്കും കിട്ടണം പണം എന്നുള്ളതാണ്. അപ്പോൾ ഈ കിട്ടുന്നതെല്ലാം ഇവരുടെ പോക്കറ്റിലേക്ക് പോകുന്നു എന്നുള്ളതല്ലാതെ ഫണ്ടമെൻ്റലി ഗ്രൗണ്ടിൽ ഇതിനെതിരെ ഒരു രീതിയിലുള്ള പ്രോഗ്രസ്സും ഉണ്ടായില്ല. സോൾജേഴ്സിന് ഡിപ്ലോയ് ചെയ്യുക അങ്ങനെ ഒന്നും തന്നെ ഉണ്ടായില്ല. ചില സ്ഥലങ്ങളിലൊക്കെ ഡിപ്ലോയ് ചെയ്യപ്പെട്ടു. പക്ഷേ ഡിപ്ലോയ് ചെയ്യപ്പെട്ട സ്ഥലങ്ങളിലൊക്കെയുള്ള കോമഡി എന്താണെന്ന് പറഞ്ഞാൽ ഈ ഇത്തരത്തിലുള്ള കിഡ്നാപ്പിംഗ് നടക്കുന്നതിന് ഒരു 4 മണിക്കൂർ മുമ്പേ സൈന്യത്തിന് അവിടെ നിന്ന് വിഡ്രോ ചെയ്യാനുള്ള ഇൻഫർമേഷൻ സൈന്യത്തിന് കിട്ടും, ഓർഡേഴ്സ് കിട്ടും. അവരവിടെ നിന്ന് പോവും, ഇവർ കുട്ടികളെ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോകും. ഇതാണ് സംഭവിച്ചുകൊണ്ടിരുന്നത്. 2020, 2021 300, 200, 400 എന്നുള്ള രീതിയിൽ കുട്ടികളെ കിഡ്നാപ്പ് ചെയ്തുകൊണ്ടുപോകും. ഏറ്റവും ഒടുവിലത്താണ് നവംബർ 2025 നടന്നിരിക്കുന്ന ഈ 300ഓളം കുട്ടികളെ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോകുന്നത്. ഗവൺമെൻറ് ഇപ്പോൾ ഇതിനെ കണ്ടുപിടിച്ചിരിക്കുന്ന ഒരു പരിഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂളുകൾ അങ്ങ് ക്ലോസ് ചെയ്യുക. ഇപ്പോൾ ഈ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇൻസിഡൻറ്റ് കഴിഞ്ഞിട്ട് ഇനി സ്കൂളുകളൊക്കെ 2026 തുറക്കുകയുള്ളൂ. അതായത് മാക്സിമം പരിപാടികൾ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ട് അവസാനം കുട്ടികൾക്ക് പഠിക്കാതിരിക്കാനായിട്ട് സ്കൂളുകൾ അങ്ങ് ക്ലോസ് ചെയ്യുക. പിന്നെ കുറേ നേരത്തേക്ക് സ്കൂളുകൾ തുറക്കില്ല. തുറക്കുമ്പോൾ ആൾക്കാർ ഇതെല്ലാം അങ്ങ് മറന്നു പോകും. വീണ്ടും സ്കൂളുകൾ തുറക്കും, വീണ്ടും ഈ സിറ്റുവേഷൻ റിപ്പീറ്റ് ചെയ്യും. ഇത് സൈക്ലിക്കലായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. അതും ഇതെല്ലാം പറയുമ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 2002 വന്ന ശരിയല്ല, പിന്നീട് വന്ന ബോക്കോ ഹറാമിൻ്റെ തുടക്കം, മറ്റു കാര്യങ്ങളൊക്കെ. ബോക്കോ ഹറാമും 2014 കഴിഞ്ഞപ്പോൾ ഇവോൾവ് ആവുമായിരുന്നു. അതായത് ബോക്കോ ഹറാം 2014 കഴിഞ്ഞ് 2015-16 ടൈം ഫ്രെയിമിൽ അവർ ISIS-ഉമായി ടെററിസ്റ്റ് സംഘടനയുമായി കൈകോർത്ത് ISWAP എന്ന് പറയുന്ന ഒരു സംഘടന ഉണ്ടാക്കി. അതായത് ഇസ്ലാമിക് സ്റ്റേറ്റ് വെസ്റ്റേൺ ആഫ്രിക്കൻ പ്രോവിൻസ് എന്ന് പറഞ്ഞിട്ട് ISWAP ഒരു പുതിയ ഐഡിയോളജി കൊണ്ടുവന്നു. അപ്പോൾ ഈ ഐഡിയോളജി വെച്ചിട്ട് ഇവരുടെ ഉദ്ദേശം ഈ ആഫ്രിക്കയിലുള്ള മെയിനായിട്ടുള്ള രാജ്യങ്ങളിലെല്ലാം ഒരു ഇസ്ലാമിക് കാലിഫേറ്റ് കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു. പക്ഷേ തുടക്കത്തിൻ്റെ ഊർജ്ജം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കുറച്ച് കഴിഞ്ഞപ്പോൾ ISIS-ൻ്റെ ആൾക്കാരും ഈ അബൂബക്കർ ഷെക്കാവും കൂടെ വലിയ തർക്കത്തിലായി. അവർ തമ്മിൽ വലിയ ഫൈറ്റായി. 2021 ഈ ISWAP-ൻ്റെ ആൾക്കാർ അബൂബക്കർ ഷെയ്ഖിനെ വകവരുത്തുന്നു. അങ്ങനെ ആയിരക്കണക്കിന് ഫൈറ്റേഴ്സ്, ബോക്കോ ഹറാം ഫൈറ്റേഴ്സ് നൈജീരിയയിലെ ഡീറാഡിക്കലൈസേഷൻ്റെ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് ആയുധം വെച്ച് കീഴടങ്ങുന്നു. എന്തായിരുന്നു ഡീറാഡിക്കലൈസേഷൻ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നുമില്ല. ചെറിയ കുറച്ച് പരിപാടികളൊക്കെ ചെയ്തതിന് ശേഷം ടെററിസ്റ്റുകളെ ഫ്രീ ആയിട്ട് വിടുക എന്നുള്ളതായിരുന്നു. ഒരു റീഹാബിലിറ്റേഷൻ പ്രോഗ്രാമിനൊക്കെൂടെയൊക്കെ പോവുക, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രീ ആണ്, നിങ്ങൾക്ക് പോവാം എന്നുള്ളതായിരുന്നു അവിടുത്തെ സർക്കാർ അന്നെടുത്ത നടപടി. ഇപ്പോൾ വന്നിരിക്കുന്ന ഏറ്റവും പുതിയ ഇൻ്റലിജൻസ് റിപ്പോർട്ടുകൾ പറയുന്നത് ഈ സ്കൂൾ കിഡ്നാപ്പിങ്സ് ശരിക്കും പറഞ്ഞാൽ ബാൻഡിറ്റ് ഗാങ്സ് ചെയ്യുന്ന പരിപാടി എന്നാണ്. എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് അസോസിയേഷനൊന്നും ഇല്ലാത്ത ഈ ക്രിമിനൽ ഗാങ്സ് ഉണ്ട്, അവർ ചെയ്യുക. എന്നിട്ട് അവരെന്ത് ചെയ്യും, ഈ ബോക്കോ ഹറാം പോലുള്ള ജിഹാദിസ്റ്റ് ഗ്രൂപ്പുകളുമായിട്ട് കൊളാബറേറ്റ് ചെയ്ത് ഇതിനെ ഒരു ലാർജ് സ്കെയിലിലോട്ട് കൊണ്ടുപോകാന്നുള്ളത്. അതായത് കിഡ്നാപ്പിംഗ് ഒരു ബിസിനസ്സായി മാറുന്ന സിറ്റുവേഷനിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് 5000 പേരാണ് കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ ജൂലൈ 2024 തൊട്ട് ജൂലൈ 2025 വരെ നൈജീരിയയിൽ കിഡ്നാപ്പ് ചെയ്യപ്പെട്ടത്. ഏതാണ്ട് 1000-ഓളം പേര് ഇതുമായി ബന്ധപ്പെട്ട് കൊല്ലപ്പെടുകയുണ്ടായി. എല്ലാത്തിൻ്റെ ഉദ്ദേശം ഒന്ന് തന്നെയാണ്, റാൻസം മണി. ആൾക്കാരെ തട്ടിക്കൊണ്ടു പോവുക, കാശ് വാങ്ങുക. കാരണം ഇത് വളരെ സോഫിസ്റ്റിക്കേറ്റ് ആയ ഒരു ബിസിനസ് ടെക്നിക്കാണ്. കാശുള്ളവനെ നോക്കി വയ്ക്കുക, അല്ലെങ്കിൽ അയാൾക്ക് അല്ലെങ്കിൽ അവർക്ക് പ്രിയപ്പെട്ട ആൾക്കാരെ നോക്കി വയ്ക്കുക, അവരെ തട്ടിക്കൊണ്ടു പോവുക. തട്ടിക്കൊണ്ടുപോയതിന് ശേഷം ആവശ്യമുള്ള കാശ് ചോദിക്കുക, കാശ് കൊടുക്കുമ്പോൾ ഇവർ വിട്ടയക്കുക. ഇതൊരു റെഗുലർ പ്രോസസ്സായിട്ട് വരുന്നു. എന്നിട്ട് ഈ ബാൻഡിറ്റ് ഗാങ്സിന് മനസ്സിലാവുന്നു ഇവർ ഈ ജിഹാദിസ്റ്റുകളുമായും കൂടെ ചേർന്ന് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ തങ്ങൾക്കുള്ള നേട്ടം അധികമാണ്. അങ്ങനെ അവർ ജിഹാദിസ്റ്റുകളുമായി ചേർന്ന് വർക്ക് ചെയ്യാനും തുടങ്ങിയിരിക്കുന്നു എന്നാണ് പുതിയ ഇൻ്റലിജൻസ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഈ ആഫ്രിക്കയിൽ സഹേൽ
റീജിയൻ എന്ന് പറയുന്ന ഒരു റീജിയനുണ്ട്, സെനഗൽ മുതൽ സുഡാൻ വരെയുള്ളത്. അത് ഈ ഗ്ലോബൽ ജിഹാദിൻ്റെ തന്നെ ഒരു എപ്പി സെൻറ്ററായി മാറിയിരിക്കുകയാണ്. അതായത് പണ്ടൊക്കെ നമ്മൾ ഈ മിഡിൽ ഈസ്റ്റ്, ഇറാഖ്, സിറിയ എന്നൊക്കെ പറയും, അവിടെയൊക്കെ ഇപ്പോൾ ഒരുമാതിരിയൊക്കെ സ്റ്റെബിലൈസ്ഡ് സിറ്റുവേഷൻ വന്നിട്ടുണ്ട്, ഇടയ്ക്കിടയ്ക്ക് 1-2 പ്രശ്നങ്ങളൊക്കെ വെച്ച്. അതുകൊണ്ട് ഈ ജിഹാദിസ്റ്റ് ഗ്രൂപ്പുകളെല്ലാം വണ്ടിയും പിടിച്ചിപ്പോൾ നേരെ ആഫ്രിക്കയിൽ പോയിരിക്കുകയാണ്. ഈ ആഫ്രിക്കയിൽ ഈ സഹേൽ റീജിയനിലാണ് ഏറ്റവും കൂടുതൽ ജിഹാദിസ്റ്റ് ഓപ്പറേഷൻസും അതിൻ്റെ തിങ്ക് ടാങ്കും വർക്ക് ചെയ്യുന്നതെന്നാണ് പല സ്റ്റഡീസും പറയുന്നത്. ഏതാണ്ട് 19% അല്ലെങ്കിൽ 19-20% ജിഹാദിസ്റ്റ് ആക്ടിവിറ്റികൾ ഈ സ്ഥലത്താണ് നടക്കുന്നതെന്നാണ് പറയപ്പെടുന്നത്. ശരിക്കും ഈ ജിഹാദിസ്റ്റ് ഗ്രൂപ്പ്, ബോക്കോ ഹറാം ആയാലും ശരി, അല്ലാത്ത മലേഷ്യ ഗ്രൂപ്പ്സൊക്കെ ആയാലും ശരി, ഇതെല്ലാം ഉണ്ടാകാനുള്ള മെയിൻ റീസൺ വീക്ക് ഗവർണൻസ് ആണ്. എന്ന് പറഞ്ഞാൽ കൃത്യമായ ഭരണ സംവിധാനങ്ങളില്ല. ഞാനീ പറഞ്ഞ പോലെ 1960 പിന്നെ സ്വാതന്ത്ര്യം കിട്ടിയെങ്കിലും പിന്നീട് ഒട്ടനവധി മിലിറ്ററി കൂപ്സ്. അപ്പോൾ ആ മിലിറ്ററി കൂപ്സിലൊന്നും ഒരു സ്ഥിരതയില്ലാത്ത പൊളിറ്റിക്കൽ സിസ്റ്റം, ആൾക്കാർക്ക് എക്സ്ട്രീമായ പോവർട്ടി, അൺഎംപ്ലോയ്മെൻറ്റ്, ലാൻഡ് ഡിസ്പ്യൂട്ട്സ്, പ്രോപ്പർ ബിസിനസ് സിസ്റ്റംസ് ഒന്നുമില്ല. അപ്പോൾ ആകെ മൊത്തം തകിടം മറിഞ്ഞ് കിടക്കുന്ന ഒരു സിസ്റ്റമാണ്. ഇതിനകത്ത് ആൾക്കാർക്ക് പ്രത്യേകിച്ച് ഒന്നും തന്നെയും ചെയ്യാനില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഇതുപോലുള്ള ടെററിസ്റ്റ് ഗ്രൂപ്പുകളിലോട്ട് ആൾക്കാർ ആകൃഷ്ടരാകുന്നതും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻഡ് ഓഫ് ദ ഡേ എല്ലാവർക്കും പൈസയാണ് ആവശ്യം. അപ്പോൾ ഇവർ നേരെ പോയി ഇമാതിരി പരിപാടികൾ ചെയ്യുന്നു, അവർ കാശ് കൊടുക്കുന്നു, ഇതിൻ്റെ വരും വരായകളൊന്നും ആലോചിക്കാതെ പോയി ചേരുന്നതാണ്. ഗവൺമെൻറ് ഇതിൻ്റെ അകത്ത് ഒരു ഇടപെടലുകളും നടത്തിയിട്ടില്ല. അതുകൊണ്ടാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് ക്രിസ്ത്യൻസിനെതിരെ ഉള്ള നൈജീരിയയിൽ നടക്കുന്ന ഭീകരമായ അക്രമത്തിനെതിരെ അമേരിക്കൻ സൈന്യം അവിടെ ഇറങ്ങും എന്ന് ട്രംപ് ഒരു വാർണിംഗ് കൊടുത്തത്. കാരണം വെച്ചാൽ അത്ര മോശമാണ് അവിടുത്തെ സിറ്റുവേഷൻ. ഈ പല മിലിറ്ററി ഗ്രൂപ്പ്സും അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്യുന്നതും ഒരു സിവിൽ വാർ സിറ്റുവേഷനാണ് അവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ സാഹചര്യങ്ങളെല്ലാം നിലനിൽക്കുമ്പോൾ തന്നെ യൂറോപ്യൻ ഫോഴ്സസും അമേരിക്കൻ ഫോഴ്സസിനും മതിയായി, അവർക്ക് മടുത്ത് അവരവിടെ നിന്ന് വിഡ്രോ ചെയ്യുവാണ്. ഇപ്പോൾ റഷ്യയുടെ ആഫ്രിക്കൻ ഫോഴ്സസാണ് ആ പ്ലേസ് ഫില്ല് ചെയ്യുന്നത്. അമേരിക്കയുടെ ഫോഴ്സും ഫ്രാൻസ്, അമേരിക്ക, ബ്രിട്ടീഷ് ഫോഴ്സ് ഇവരെല്ലാം വിഡ്രോ ചെയ്യുവാണ്. കാരണം ഇവർക്ക് മനസ്സിലായി അത്തരം സ്ഥലങ്ങളിൽ പോയി എത്ര എഫേർട്ട് ഇട്ടാലും നത്തിങ് ഈസ് ഗോയിങ് ടു ബെറ്റർ അൺലെസ് ഗവൺമെൻറ് കംസ് ഇൻ ആൻഡ് പ്ലേ എ പിവറ്റൽ റോൾ. ആ ഗവൺമെൻറ്റിൻ്റെ റോൾ അവർ തന്നെ ചെയ്യണമല്ലോ. അവർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ വേറെ ആരും ഒന്ന് എന്ത് ചെയ്തിട്ട് ഒരു കാര്യമില്ല. സോ അവരെല്ലാം വിഡ്രോ ചെയ്യുവാണ് ഈ ഓരോ രാജ്യങ്ങളായിട്ട്. ഫ്രാൻസ് ഇപ്പോൾ 2024 അവിടെ നിന്ന് വിഡ്രോ ചെയ്തു. ബാക്കിയുള്ള മിലിറ്ററി ഫോഴ്സസും അവരും വിഡ്രോ ചെയ്യുന്നു, അമേരിക്കയൊക്കെ വിഡ്രോ ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ, വളരെ കലുഷിതമായൊരു സാഹചര്യത്തിൽ കൂടെയാണ് ഈ നൈജീരിയയിൽ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. 10 വയസ്സിന് താഴെയുള്ള കുട്ടികളെ തട്ടിക്കൊണ്ട് പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുമാത്രം മനുഷ്യത്വഹീനമാണ് അത്തരം പ്രവൃത്തികളെന്ന് നമ്മൾ ആലോചിച്ച് നോക്കണം. ഈ തട്ടിക്കൊണ്ട് പോകുന്നവനൊന്നും ഒരു മനുഷ്യത്വത്തിൻ്റെ ഒരു തരിമ്പ് പോലുമില്ല, അതിന് യാതൊരു സംശയവുമില്ല. സ്കൂൾ പഠിക്കുന്ന കുട്ടികളെ ഇങ്ങനെ പിടിച്ചുകൊണ്ട് പോകുന്നതിനകത്ത് വാർത്താമാധ്യമങ്ങൾ ഇതിൻ്റെ വിശദാംശങ്ങളിലേക്ക് അങ്ങനെ അങ്ങ് പോകാറില്ല. അതുകൊണ്ടാണ് എനിക്ക് തോന്നിയത് അതിൻ്റെ ഒരു ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞാൽ വ്യൂവേഴ്സിന് കാര്യങ്ങൾ കുറച്ച് ഡീപ്പായിട്ട് മനസ്സിലാക്കാനായി കഴിയുമെന്ന് എനിക്ക് തോന്നി. ഇതിനകത്ത് ഈ ക്രിസ്ത്യൻ മുസ്ലിം കോൺഫ്ലിക്റ്റ് ഉണ്ടെങ്കിലും രണ്ട് സൈഡിലും ഭീകരമായിട്ട് ആൾക്കാർ മരണപ്പെടുകയാണ്. കൂടുതലും മരണപ്പെടുന്നത് മുസ്ലിമായിട്ടുള്ള ആൾക്കാരാണ്, സാധാരണക്കാരായ ജനങ്ങളാണ്. അതെപ്പോഴും അങ്ങനെയാണല്ലോ. ഈ ടെററിസ്റ്റ് ഗ്രൂപ്പുകളും അല്ലാത്തവരൊക്കെ വന്ന് അടികൂടുമ്പോൾ ഇതിലൊന്നും ഒന്നും പെടാത്ത സാധാരണക്കാരനാണ് ഇതിൻ്റെയൊക്കെ വിക്റ്റിമായി മാറുന്നത്. ഇവിടെയും നൈജീരിയയിലും അത് തന്നെയാണ് സ്ഥിതി. ഈ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ആയാലും മുസ്ലിം കമ്മ്യൂണിറ്റി ആയാലും സാധാരണക്കാരെ, പാവപ്പെട്ടൊരു സാധാരണ എന്നും രാവിലെ ജോലിക്ക് പോയി പിന്നെ അരി വാങ്ങിച്ച് ഭക്ഷണം കഴിച്ച് പോകണമെന്നുള്ള ആൾക്കാരാണ് ഇതിൽ ഏറ്റവും കൂടുതൽ എഫക്റ്റ് ആവുന്നത്. ബാക്കിയുള്ള ആർക്കും ഒരു പ്രശ്നവുമില്ല. ഇതാണ് നൈജീരിയയിൽ സംഭവിക്കുന്നത്. ആഫ്രിക്ക വളരെ ഒരു പ്രോസ്പെക്റ്റ്ഫുൾ ഗ്രോത്തിൻ്റെ പാതയിൽ നിൽക്കുമ്പോഴും മറ്റ് സൈഡിൽ ഇസ്ലാമിക് ടെററിസം അവരെ കാർന്ന് തിന്നുന്ന അവസ്ഥയിൽ നിൽക്കുവാണ്. എല്ലാ രാജ്യങ്ങളിലോട്ടും റാപ്പിഡ്ലി സ്പ്രെഡ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണ് അവിടെ ഉള്ളത്. തട്ടിക്കൊണ്ടുപോയ 300 കുട്ടികളിൽ ഏതാണ്ട് 50ഓളം കുട്ടികൾ രക്ഷപ്പെട്ടു എന്നുള്ളൊരു സന്തോഷ വാർത്ത ഉണ്ട്. എന്നാലാണ്ട് 250-260 കുട്ടികൾ ഇപ്പോഴും ക്യാപ്റ്റീവായിട്ട് നിൽക്കുകയാണ്. നൈജീരിയൻ ഗവൺമെൻറ് അവരുടെ ആവശ്യമില്ലാത്ത ഈഗോ എല്ലാം മാറ്റിവെച്ച് ജനങ്ങളുടെ ബെറ്റർമെൻറ്റിന് വേണ്ടിയിട്ട് ഉള്ള സിസ്റ്റംസ് ബിൽഡ് ചെയ്യാനും ഇത്തരം തീവ്രവാദികളെ ഒരു ദാക്ഷിണ്യവുമില്ലാതെ അടിച്ചൊതുക്കാനും ശ്രമിച്ചില്ല എന്നുണ്ടെങ്കിൽ ആ രാജ്യം അവരുടെ കയ്യിൽ നിന്നും വഴുതിപ്പോവും. എന്തായാലും നൈജീരിയയുടെ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിരിക്കും. ബൈ.